ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഈ കരാർ നടപ്പാക്കുന്നതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നതോടുകൂടി മാറിയല്ലേ? അതെ, ശ്രീജായി സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു നിർണായക ദിനം തന്നെയാണ്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവനയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 50% നികുതിയിൽ നിന്ന് 18% താരിഫ് മാറിയിരിക്കുകയാണ്. അതായത് 2 തരത്തിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ നികുതി ചുമത്തിയിരിക്കുന്നത്. ഒന്ന് റെസിപ്രോക്കൽ താരിഫ്, കൂടാതെ ഒന്ന് ഈ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് സംബന്ധിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയായ 25%. ഈ 25% അമേരിക്ക പാടെ ഒഴിവാക്കിയിരിക്കുകയാണ്. കൂടാതെ ബാക്കിയുള്ള 25%-ൽ നിന്നാണ് ഇപ്പോൾ 18%-ആയി തീരുവ കുറച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ ഈ വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, റബ്ബർ തുടങ്ങിയ ഈ ചെരുപ്പ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് ഈ തീരുവ സംബന്ധിച്ച് വലിയ ഇളവ് കിട്ടാൻ പോകുന്നത്. അതായത് അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു നികുതി ഇളവാണ് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു താരിഫ് കുറയ്ക്കുമ്പോൾ ഇന്ത്യയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഈ സോയാബീൻ ഉൾപ്പെടെയുള്ള ഓയിൽ, കൂടാതെ ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും ഇന്ത്യ നികുതി ഇളവ് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഇതുമായി സംബന്ധിച്ച് ഈ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മാർച്ചിലാണ്. മാർച്ചിൽ യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമേ ഈ ഒരു കരാർ സംബന്ധിച്ച് പ്രാബല്യത്തിൽ വരികയുള്ളൂ. കൂടാതെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന ഒരു കരാറും ഒപ്പിടും. അതായത് ഈ ഒരു കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് മൂന്നാമത്തെ രാജ്യത്തിന് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല. അതായത് ഇതിൻ്റെ ഒരു നേട്ടം മൂന്നാമതായ ഒരു രാജ്യത്തിന് ഈ ഒരു നേട്ടം സ്വന്തമാവുകയില്ല. അതായത് ചൈന പോലുള്ള വൻ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഈ ഒരു കരാറിൽ ഇടപെടാൻ സാധിക്കില്ല. കൂടാതെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇനി ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മത്സര ചൂടുണ്ടാവും. അതായത് കൂടുതലായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകും എന്നുള്ളത് സംശയമില്ല. മറ്റൊന്ന് പറയേണ്ടത്, നമുക്കറിയാം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഊർജ്ജം, വ്യോമയാനം, വിവരസാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നീ മേഖലകളിലായി ഏകദേശം $500 ബില്യൺ ഒരു വ്യാപാരം നടക്കുമെന്നും ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവച്ചിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു വ്യാപാര കരാറാണ് ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. മാർച്ചോട് കൂടി ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകും. കൂടാതെ ഇത് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിലേക്ക് കടക്കുകയാണെന്ന് ആദ്യം പ്രതികരിച്ചിരുന്നത്. ഐശ്വര്യ, ഞാൻ ഇടപെടുകയാണ്. ശ്രീ TP ശ്രീനിവാസൻ അമൃത വാർത്തകൾക്കൊപ്പം ഈ ഒരു അവസരത്തിൽ ചേരുകയാണ്. സർ, കരാർ നടപ്പാക്കുന്നതിൽ ചില സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു സംയുക്ത പ്രസ്താവന പുറത്തു നിന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിയിരിക്കുകയല്ലേ? എന്താണ് സാറിന് തോന്നുന്നത്? സംയുക്ത പ്രസ്താവന വന്നതോടുകൂടി പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഇതിൽ പറയാനുള്ളത് 50%-ൽ നിന്ന് 18%-ആയി നമ്മുടെ തീരുവകൾ കുറച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതിന് പകരമായി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സംശയം. ഇപ്പൊ നമുക്കറിയാം 50,000 കോടി രൂപയ്ക്കുള്ള സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഏതൊക്കെ സെക്ടറിലായിരിക്കും എന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ അത് അഗ്രികൾച്ചർ സെക്ടറിലും കൂടി ബാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ അരിയുടെ കാര്യത്തിലും തേയിലയുടെ കാര്യത്തിലും അങ്ങനെ വളരെ പ്രധാനമായിട്ട് ഇന്ത്യൻ കർഷകർക്ക് ഉണ്ടാകാമായിരുന്ന പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും അഗ്രികൾച്ചർ ആദ്യമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു വലിയ കൺസെഷൻ തന്നെയാണ്. പക്ഷെ അതിന് പകരം വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ കോഓപ്പറേഷൻ, അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ടെക്നിക്കൽ കോഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് തീരുവ കുറഞ്ഞതിലുള്ള ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലും വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പുതിയ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളുടെ ഒരു പുതിയ ചാപ്റ്റർ തുറക്കും എന്നുള്ളതിന് സംശയമില്ല.
സാർ, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുള്ളൊരു ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും ഒഴിവാകില്ല എന്ന തരത്തിലല്ല ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം ഊർജ്ജ സുരക്ഷയെ ബാധിക്കും എന്നതിനാൽ ഒരു കരുതൽ ഈ ഒരു വിഷയത്തിൽ സർക്കാർ എടുക്കാൻ തന്നെയല്ലേ സാധ്യത? ഇപ്പോഴും അത് വളരെ വ്യക്തമല്ല. പക്ഷെ തീർച്ചയായിട്ടും അത് റഷ്യയിൽ നിന്നുള്ള ഓയിലിന്റെ ഇമ്പോർട്ട് കുറയ്ക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെയധികം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം അതേ ഓയിൽ തന്നെ അമേരിക്കയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വെനിസ്വേലയിൽ നിന്ന് കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് റഷ്യൻ ഓയിലിന്റെ കാര്യത്തിൽ നമ്മൾ അധികം സംസാരിക്കാറില്ലെങ്കിലും അതിൽ തീർച്ചയായും വലിയ കുറവുണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി സാർ, എന്തായാലും ഈ ഒരു അവസരത്തിലൊപ്പം ചേർന്നതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും. ഐശ്വര്യ, സാർ പറഞ്ഞതുപോലെ പുതിയൊരു ചാപ്റ്റർ തുറന്നിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലായതിലൂടെ എന്നാണ് ശ്രീ ടി.പി. ശ്രീനിവാസൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. അതെ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു തുടക്കമാണ് ഇന്ന് ഈ ഒരു വ്യാപാര കരാറിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തു വിടുന്നതിലൂടെ മനസ്സിലാകുന്നത്. അതായത് വലിയ രീതിയിലുള്ള നികുതി ഇളവാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് ആദ്യം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അതിനുശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്തകളൊക്കെയും സ്ഥിരീകരിക്കുന്നത്. ശരിയാണ്, വ്യാപാര കരാറിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. കൂടാതെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇത് സംബന്ധിച്ച് ലോക്സഭയിലും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ വ്യാപാര കരാർ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്ന പ്രസ്താവന ഉടൻ തന്നെ പുറത്തുവിടുമെന്നും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ഇനി ഇത് മാർച്ചിൽ മാത്രമാണ് ഈ കരാർ സംബന്ധിച്ച് വ്യാപാര കരാർ പ്രാബല്യത്തിലാകുന്നത്. മാർച്ചിലാണ് ഇരു നേതാക്കളും ഈ കരാറിലേക്ക് അന്തിമമായി ഒപ്പിടുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും 50% എന്ന തീരുവയാണ് 18% കുറച്ചിരിക്കുന്നത്. ഈ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കുറവ് തീരുവ ഇന്ത്യക്കാണ്. അതായത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ ചെലവാകും, അല്ലെങ്കിൽ ഒരു മത്സര രംഗത്തേക്ക് ഇന്ത്യ ചൂടുവയ്ക്കുകയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം. കൂടാതെ ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി ഇളവ് വരുമ്പോൾ ഇതേ കാര്യം തന്നെ ഇന്ത്യ അമേരിക്കയ്ക്കും കൊടുക്കുന്നുണ്ട്. അതായത് അമേരിക്കയിലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ആഡംബര കാർ, അതുപോലെ തന്നെ സോയാബീൻ ഓയിൽ തുടങ്ങിയ കാർഷിക വിളകൾക്കും അമേരിക്കയുടെ സാധനങ്ങൾക്കും ഇന്ത്യ ഇളവ് കൊടുക്കുന്നുണ്ട്. അതായത് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് തയ്യാറാകുന്നത്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇത് വ്യക്തമാക്കുമ്പോൾ ഈ ഒരു കരാറിൽ ഇത് സംബന്ധിച്ച വലിയ വ്യക്തമായ ഒരു ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് 50-ൽ 25% അധിക തീരുവ അമേരിക്ക എടുത്തു കളഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെയും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇനി വരുന്ന മണിക്കൂറിൽ, വരുന്ന നാളുകളിൽ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ടി.പി. ശ്രീനിവാസനും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീജ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്.